നിങ്ങളൊരു നോർമൽ ആവറേജ് ഐഫോൺ യൂസറാണ് എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾ വാങ്ങിയ ഐഫോൺ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരിക്കണം. കാരണം ഇപ്പം നിങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇതിനേക്കാൾ 5 മടങ്ങ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഷോർട്ട് കട്ടിൻ്റെ പവർ. ഇതൊരു പുതിയ അറിവായിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഷോർട്ട് കട്ട്സും ഓട്ടോമേഷൻസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ഓട്ടോമേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മളെ വീട്ടിലല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നമുക്കെല്ലാവർക്കും വൈഫൈ ഉണ്ട്. സോ വൈഫൈ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൊബൈൽ ഡാറ്റ ഡിസ്കണക്റ്റ് ആവുകയും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വൈഫൈയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൊബൈൽ ഡാറ്റയും എനേബിൾ ആവുകയും ചെയ്യുന്ന ഒരു കിടിലൻ ഓട്ടോമേഷനാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ ഓട്ടോമേഷൻ ടാബിൽ പ്ലസ് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ ഈ ഒരു പ്ലസ് സൈക്കിൾ ടാപ്പ് ചെയ്യുക, ദെൻ വൈഫൈ എന്നുള്ളത് സെർച്ച് ചെയ്യുക. വൈഫൈയിൽ ഈസ് ജോയിൻഡ് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക, ദെൻ താഴെ റൺ ഇമീഡിയറ്റ്ലി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്, അതായത് ജോയിൻ ചെയ്യുന്ന വൈഫൈ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ മൾട്ടിപ്പിൾ വൈഫൈ ഉണ്ട്. സോ വൈഫൈ ഞാൻ സെലക്ട് ചെയ്തു. ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നെക്സ്റ്റ് ടാബിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഡാറ്റ ടേൺ ഓഫ് ആകണം. സോ അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ ടാബിൽ സെലക്ട് ചെയ്യുക, ദെൻ സെറ്റ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് അപ്പിയർ ആവും. അവിടെ സെലക്ട് ചെയ്തിട്ട് ടേൺ ഓഫ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം ആദ്യത്തെ. അതായത് വൈഫൈ ജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഡാറ്റ ടേൺ ഓഫ് ആകണം. സോ നമ്മളത് ആഡ് ചെയ്തു. ദെൻ പ്ലസ് ഐക്കൺ വീണ്ടും ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും വൈഫൈ സെർച്ച് ചെയ്യുക, ഈസ് ഡിസ്കണക്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം റൺ ഇമീഡിയറ്റ്ലി സെലക്ട് ചെയ്യുക. ദെൻ സെയിം വൈഫൈ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ നമ്മൾ പോകുന്ന സമയത്ത് എക്സിറ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൊബൈൽ ഡാറ്റയും ടേൺ ഓൺ ആകണം. മാനുവലി നമ്മൾ മൊബൈൽ ഡാറ്റ ഓൺ ആകുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള അടുത്ത ഓട്ടോമേഷനാണ്. സോ നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ. അവിടെ നമ്മൾ സെറ്റ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അവിടെ ടേൺ ഓൺ തന്നെ കീപ്പ് ചെയ്യുക, ദെൻ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയോളം പരിപാടി. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഷോർട്ട് കട്ട്സിൻ്റെയും ഓട്ടോമേഷൻസിൻ്റെയും വീഡിയോ എല്ലാ മാസം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. 2 ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിക്ക പ്ലാറ്റ്ഫോമിൽ നിന്നും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഓൾ മീഡിയ ഷോർട്ട് കട്ട്. ഈ ആപ്ലിക്കേഷനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഞാൻ ഷെയർ ഷീറ്റിൽ ടാപ്പ് ചെയ്തു, ഷെയർ ടു കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് ആ ഷോർട്ട് കട്ട് കാണാം, ഓൾ മീഡിയ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യുക. ഇതുപോലുള്ള കുറച്ച് പോപ്പപ്പുകൾ വരും, അലോ കൊടുക്കുക. അപ്പോൾ അവിടെ ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോ വീഡിയോ ലൈബ്രറിയിൽ പോയാൽ അടുത്തതൊരു ഓട്ടോമേഷനാണ്. ഇത് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു ഓട്ടോമേഷനാണ്. ഈ ഓട്ടോമേഷൻ്റെ പ്രത്യേകത, നമ്മൾ ഡിവൈസ് ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബാറ്ററി ലോ പവർ മോഡിലേക്ക് പോകും. ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും തിരികെ ലോ പവർ മോഡിൽ നിന്ന് മാറി നോർമൽ മോഡിലേക്ക് വരും. സോ അതെങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം? ഓട്ടോമേഷൻ സെറ്റിങ്സിനകത്ത് പുതിയ ഓട്ടോമേഷൻ എടുക്കുക. അതിൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ, അതായത് ചാർജ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഈസ് കണക്റ്റഡ് റൺ ഇമീഡിയറ്റ്ലി സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ന്യൂ ഓട്ടോമേഷൻ ടാപ്പ് ചെയ്തിട്ട് ലോ പവർ മോഡ് എന്ന് സെർച്ച് ചെയ്യുക, സെറ്റ് ലോ പവർ മോഡ്. അതിൽ ടാപ്പ് ചെയ്തിട്ട് ഓൺ കൊടുക്കുക. കണക്ട് ചെയ്യുമ്പം നമുക്ക് ലോ പവർ മോഡിലേക്ക് പോകണം. ഡിസ്കണക്ട് ചെയ്യുമ്പം ലോ പവർ മോഡിൽ നിന്ന് മാറി എക്സിറ്റ് ചെയ്ത് നോർമൽ മോഡിലേക്ക് വരണം. സോ ഇത് അങ്ങനെ കൊടുത്തു. ദെൻ വീണ്ടും ഇതേപോലെ തന്നെ ഒരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുക. ചാർജ് ഈസ് ഡിസ്കണക്റ്റഡ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈസ് കണക്റ്റഡും ഡിസ്കണക്ട് ചെയ്യുക. റൺ ഇമീഡിയറ്റ്ലി സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അവിടെയും സെറ്റ് ലോ പവർ മോഡ് സെർച്ച് ചെയ്യുക. ഇത് ഓഫ് കൊടുക്കുക, ടേൺ ഓഫ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ ഞാൻ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുവാണ്. കണക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ചാർജിങ് കാണിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ലോ പവർ മോഡിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോ പവർ മോഡ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, അത് നോർമൽ മോഡിലേക്ക് വരും. ഇങ്ങനെ വേണം ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ. അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് AI ജനറേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ലിറ്ററലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ട് റണ്ണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നിർബന്ധമുള്ളൂ, നിങ്ങളുടെ ഡിവൈസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ എന്ന് പറയുന്നത് iPhone 15 Pro സീരീസിന് മുകളിലേക്കായിരിക്കണം. കാരണം അതിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മളോട് ചോദിക്കും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാൾപേപ്പർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ പറയും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനനുസരിച്ച്. ദെൻ ഡയറക്റ്റ്ലി അത് നമ്മുടെ ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും
അപ്പിയർ ആകുന്നതായിരിക്കും. ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് ഇതിന്. ഒന്നാം ടെക്സ്റ്റിൻ്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ എന്നുള്ളത് ChatGPT എന്നുള്ളത് കാണിക്കും. ChatGPTയിൽ നമ്മൾ ഈ ChatGPT ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ചിലപ്പോൾ നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ സെറ്റിങ്സിൽ നമ്മൾ ChatGPT എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കാകത്തില്ല. സോ എക്സ്പാൻഷൻ ഓപ്ഷനിൽ പോയിട്ട് ChatGPT നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇനി സൈൻ ഇൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും സൈൻ ഇൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് വാൾപേപ്പറിൻ്റെ ഒന്നിൽ കൂടുതൽ വാൾപേപ്പർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കും. ഞാനിവിടെ 2 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ആ ഓപ്ഷൻ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഡൺ കൊടുത്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ഇമേജ് ആയിരിക്കും റീപ്ലേസ് ആയിട്ട് ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും നമ്മളുടെ ഈ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് വരുന്നത്. ഈ 2 കാര്യങ്ങളും ചേഞ്ച് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കാൻ. സോ ഞാനിങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ഡൺ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് ക്രിയേറ്റ് ആകുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഇമേജ് ക്രിയേറ്റ് ആയി ഓപ്പണായി വരുന്നത് തന്നെ നമുക്ക് ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഷോർട്ട് കട്ട് ദ അൾട്ടിമേറ്റ് ലോ പവർ മോഡ്. ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ പ്രത്യേകത നമുക്ക് ലിറ്ററലി നമ്മുടെ ഫോണിലുള്ള പല സെറ്റിങ്സും, അതായത് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതായിട്ടുള്ള പല സെറ്റിങ്സും ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്താൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആവും. ദെൻ നമുക്ക് ഡിവൈസ് ചാർജ് ചെയ്യാം, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് കട്ടിൻ്റെ സെറ്റിങ്സിനകത്ത് പോകുമ്പോൾ നമുക്ക് കാണാം എനേബിൾ ഓർ ഡിസേബിൾ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് വൈഫൈ, മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, ലോ പവർ മോഡ്, അപ്പിയറൻസ്, മോഷൻ, എയർപ്ലെയിൻ മോഡ്, ബ്രൈറ്റ്നസ്, വോളിയം, അതോടൊപ്പം ബാറ്ററിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും ടേൺ ഓഫ് ആവുകയും ഓൺ ആകുകയും ചെയ്യുന്നതാണ്. സോ ഇത് സിംപ്ലി റൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ഡിസേബിൾ ഓപ്ഷൻ ഉണ്ട്. സോ എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഒക്കെ റെഡ്യൂസ് ആയി. അതുകൊണ്ട് തന്നെയാണ് സ്ക്രീൻ പെട്ടെന്ന് കാണാൻ സാധിക്കാത്തത്. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് വർക്കാവുന്നത്. മൊബൈൽ ഡാറ്റ, വൈഫൈ, അതോടൊപ്പം ലോ പവർ മോഡ് എനേബിൾഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും ഒറ്റയടിക്ക് എനേബിളായി. ഇനിയിപ്പോൾ ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും തിരികെ വരുന്നതായിരിക്കും. അടുത്തത് വാട്ടർ റിജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇത് ജോഷ് 0678 എന്ന് പറയുന്ന ഒരാൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഷോർട്ട് കട്ടാണ്. ഇത് ഓൾറെഡി ഈ ഒരു ഫീച്ചർ നമ്മൾ ആപ്പിൾ വാച്ചിൽ ബിൽറ്റ് ഇൻ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫീച്ചറാണ്. അത് നമുക്ക് ഐഫോണിലൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ഈ ഒരു ഷോർട്ട് കട്ട് വെറുതെ നമ്മളൊരു പേരിന് വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്ന ഒരു ഷോർട്ട് കട്ടല്ല. ആക്ച്വലി ഇത് 165 അൾട്രാ ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോണിനകത്തുള്ള വെള്ളത്തെ മാക്സിമം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടലൻ ഷോർട്ട് കട്ടാണ്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് ബിഗിൻ, പിന്നുള്ളത് ടച്ച്. ഈ ടച്ചിൽ നമുക്ക് മാനുവലി ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ബിഗിനിൽ ഇത് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് നോർമലി ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് കാണാം അത് വർക്കാവുന്നത്. സോ ഇൻ കേസ് നമ്മളെ ഡിവൈസ് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീക്കർ ഗ്രില്ല്, നമുക്ക് താഴെ മുകളിലൊക്കെ സ്പീക്കർ ഗ്രില്ലുണ്ട്, അതിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന വെള്ളം നമുക്ക് മാക്സിമം ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് പുഷ് ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. അടുത്തത് മാനുവലി നമ്മൾ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ചെക്ക് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ഈ ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ വളരെ എളുപ്പം ഈ ഷോർട്ട് കട്ട് റൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ട് നമ്മൾ ഇങ്ങനെ റൺ ചെയ്യുന്നതിന് പകരം നമുക്കിത് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ആഡ് കൺട്രോൾസ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൺ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വരും. ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഷോർട്ട് കട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ റൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോർട്ട് കട്ട് നമ്മുടെ ഇവിടുന്ന് ഈ ഷോർട്ട് കട്ട് നമുക്ക് ഡയറക്റ്റ്ലി റൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മൾ ഏത് ഫോൾഡറിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റുകൾ കീപ്പ് ചെയ്യണം. ഞാനിവിടെ റിമെമ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡറിലേക്കാണ് ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത്. സോ ഒരു ഒറ്റ ഫോൾഡറിൽ തന്നെ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. ഞാനിവിടെ ആവശ്യമുള്ള ഗ്രോസറിയുടെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആണ് കൊടുത്ത് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ചെക്ക് ലിസ്റ്റായിട്ടും വിത്ത് ഡേറ്റ് ആൻഡ് ടൈമും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. വൺസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ലിസ്റ്റായിട്ട് മാർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ അപ്പോൾ ഇതെല്ലാമാണ് പുതിയ ഷോർട്ട് കട്ടുകൾ. സോ ഇതിൽ പരിചയപ്പെടുത്തിയ എല്ലാ ഷോർട്ട് കട്ടുകളും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിൽ ഒരു കൺട്രോൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് കട്ടുകൾ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.